എറണാകുളം പൈങ്ങോട്ടൂരിൽ 15 വയസ്സുകാരനെ സമപ്രായക്കാരായ 4 പേർ ചേർന്ന് ക്രൂരമായി തല്ലിച്ചതച്ചു. ഉപയോഗിക്കാതെ കിടന്ന പോലീസ് എയ്ഡ് പോസ്റ്റിനുള്ളിൽ വെച്ചായിരുന്നു മർദ്ദനം. വീഡിയോ പുറത്തു വന്നതോടെ മാതാപിതാക്കളുടെ പരാതിയിൽ 4 പേർക്കുമെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമം അനുസരിച്ച് കേസെടുത്തു. ആദ്യം വിചാരണ, പിന്നാലെ കൂട്ടത്തല്ല്. കോതമംഗലത്തിനടുത്ത് പൈങ്ങോട്ടൂരിൽ കഴിഞ്ഞ ബുധനാഴ്ച വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിനു സമീപം ഉപയോഗിക്കാതെ കിടന്ന പോലീസ് എയ്ഡ് പോസ്റ്റിനുള്ളിൽ വെച്ചായിരുന്നു മർദ്ദനം. ഏതോ വിഷയത്തിൽ 3 പേർ ചേർന്ന് വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്യുന്നതും ഇടയ്ക്കിടെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തർക്കം മൂർച്ഛിച്ചതോടെ 3 പേരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 4-മനാണ് ദൃശ്യം പകർത്തിയതെന്നാണ് നിഗമനം. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ മർദ്ദിച്ച കുട്ടികളെയും രക്ഷിതാക്കളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൽ ചില കുട്ടികളുടെ മാതാപിതാക്കൾ കരഞ്ഞു പറഞ്ഞതോടെ പരാതി പറഞ്ഞു തീർത്തു. എന്നാൽ ഇന്ന് മർദ്ദനത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ പോത്താനിക്കാട് പോലീസ് 4 പേർക്കുമെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ 325-ാം വകുപ്പ് പ്രകാരം കേസെടുത്തു. 4 പേരെയും ഇവരുടെ മാതാപിതാക്കളെയും ഇന്ന് രാവിലെ വിളിപ്പിച്ച് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് നടപടി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ പോലീസ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മർദ്ദിച്ചവരെ വിളിപ്പിക്കും. മർദ്ദിച്ചവരിൽ 2 പേർ വിദ്യാർത്ഥികളും മറ്റു 2 പേർ പഠനം നിർത്തിയവരുമാണെന്നാണ് വിവരം. ന്യൂസ് മലയാളം, കൊച്ചി.